മിനിസ്റ്റർ എ കെ ബാലൻ കൂടുതൽ ന്യായീകരിച്ച് അബദ്ധത്തിലേക്ക് പോകുന്നു എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട് ശ്രീജിത്തെ. കാരണം മിനിസ്റ്റർ പറയുന്നത് ഹൈക്കോടതിയിൽ നിന്നൊരു വ്യക്തത വരണം എന്നുള്ളത്. സർക്കാരിന് വ്യക്തത വരുത്താൻ വേണ്ടി ഹൈക്കോടതിയിൽ നിന്ന് വ്യക്തത വരുത്താൻ വേണ്ടി സർക്കാരല്ലേ ഹൈക്കോടതിയെ സമീപിക്കേണ്ടത്? ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത് ഒരു പൊതുതാൽപര്യ ഹർജിയുമായ ഒരു സ്വകാര്യ അന്യായക്കാരനല്ലേ? അതൊരു പ്രധാനപ്പെട്ട വീഴ്ചയല്ലേ? രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, മിനിസ്റ്റർ ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് സർക്കാരിന് ചെയ്യാൻ പറ്റുന്നതിന് പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷന് പരിമിതിയുണ്ട് എന്നാണ്. എന്ത് പരിമിതി? ഹൈക്കോടതി നിർദ്ദേശിച്ച് മാത്രം പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങാനാണെങ്കിൽ ഇങ്ങനൊരു സർക്കാർ സംവിധാനം എന്താണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്? പ്രതിരോധത്തിലായി എന്നുള്ളത് ശ്രീ എ കെ ബാലൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമല്ലേ? 10-ാം തീയതിയോടുകൂടി ഈ പാളത്തിലേക്ക് വരും, റെയിലിലേക്ക് ട്രെയിൻ കയറുമെന്നാണ് പറയുന്നത്. കോച്ചും ലോക്കോ പൈലറ്റ് എഞ്ചിനും രണ്ട് വഴിക്കാണെന്ന് പറയുന്നു. ഇത് രണ്ടും തമ്മിൽ ഇനി ഹൈക്കോടതി ബന്ധിപ്പിച്ചു കൊടുക്കണം. പാളം ആര് കണ്ടെത്തും എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ 10-ാം തീയതിയോടുകൂടി നടപടി വരുമെന്ന് പറയുമ്പോൾ എന്താണ് വായിച്ചെടുക്കേണ്ടത്? ഈ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങാൻ പോകുന്നു എന്ന് തന്നെയല്ലേ ശ്രീജിത്ത്? അരുൺ, പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷന് സർക്കാർ ഒരുക്കമാണ് എന്ന ഒരു സമീപനമാണ് എ കെ ബാലൻ പ്രകടിപ്പിക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു പ്രാഥമിക അന്വേഷണത്തിലേക്ക് പോകുന്നതിന് നിയമപരമായ ചില തടസ്സങ്ങളുണ്ട് എന്ന കാര്യമാണ് എ കെ ബാലൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് അദ്ദേഹം പരാമർശിക്കുന്ന കേസ് ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിക്കെതിരെ പുറത്തു വന്ന മൊഴികളുടെ പേരിലുള്ള കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതിയുടെ കൃത്യമായ നിർദ്ദേശമുണ്ട്. മൊഴികളുടെ അടിസ്ഥാനത്തിൽ, ജുഡീഷ്യൽ കമ്മീഷൻ്റെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കരുത് എന്നുള്ളതുണ്ട്. ഈ മാർഗനിർദ്ദേശം, ഈ കോടതി നിർദ്ദേശം പാലിച്ചുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നതെന്ന് പറയാനാണ് എ കെ ബാലൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ എഞ്ചിൻ ഒരു ഭാഗത്തും ബോഗികൾ വേറൊരു ഭാഗത്തുമായി കിടക്കുകയാണ്. ഇതിനെ റെയിലിന്മേൽ കയറ്റി മുന്നോട്ട് നയിക്കണം. അക്കാര്യത്തിൽ സെപ്റ്റംബർ 10-ന്, അതായത് ഹൈക്കോടതി വീണ്ടും കേസ് പരിഗണിക്കുന്ന സെപ്റ്റംബർ 10-ന് ഒരു വ്യക്തത വരും. അത് എന്തായാലും ഈ മേഖലയിലെ പുഴുക്കുത്തുകളെല്ലാം പുറത്തു വന്നിട്ടുണ്ടല്ലോ എന്ന ആശ്വാസമാണ് എ കെ ബാലൻ പ്രകടിപ്പിക്കുന്നത്. ശ്രീജിത്ത് ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. ഈ ലോക്കോ പൈലറ്റിന് അല്ലെങ്കിൽ ഈ തീവണ്ടിക്ക് ഒരു ലോക്കോ പൈലറ്റ് ഇല്ലേ സാർ? കപ്പലിന് കപ്പിത്താൻ ഉണ്ടാവും, പക്ഷേ ഈ ലോക്കൽ പൈലറ്റ് എവിടെ എന്ന വളരെ പ്രസക്തമായൊരു ചോദ്യമുണ്ട്. ഇതൊക്കെ പാളത്തിൽ ഓടിക്കാനും എഞ്ചിനെയും മറ്റ് കോച്ചുകളെയും തമ്മിൽ ബന്ധിപ്പിക്കാനും ഈ സർക്കാരിന് കഴിയേണ്ടതാണ്. അതല്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനെ ന്യായീകരണം നടത്തി അപഹാസ്യരാകുന്നൊരു സാഹചര്യം ഉണ്ടാവും. ദയവ് ചെയ്ത് മിനിസ്റ്റർ എ കെ ബാലനെ പോലൊരു മുതിർന്ന നേതാവ് ഇത്തരം കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇത് കാണുന്ന നിയമവിദഗ്ധരുണ്ട്. അവരൊക്കെ ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഹൈക്കോടതി ഉത്തരവ് കൊടുത്തിട്ട് കേസെടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സർക്കാർ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അല്ലെങ്കിൽ ഹൈക്കോടതി നിങ്ങൾ സമീപിക്കാമായിരുന്നു. അങ്ങനെ സമീപിക്കുന്നത് തന്നെ ശരിയല്ല. കാരണം നിലവിൽ ഒരു സുമോട്ടോ കേസെടുക്കാൻ കഴിയുന്ന ഒരു നിയമ സാഹചര്യമുണ്ട് നിലവിൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കിപ്പം